ഹലോ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാൻ മറക്കല്ലേ. ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മുറ്റത്ത് നിറയെ ചെറുനാരങ്ങ വീണെടുക്കുന്ന കണ്ടു. എല്ലാം നല്ല പഴുത്ത നാരങ്ങയായിരുന്നു. അപ്പോൾ എനിക്ക് നമ്മളെ വീട്ടിലുള്ള നിലവിളക്കും ഓട്ടുപാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കിയാൽ നല്ലതാണെന്ന് തോന്നി. അപ്പോൾ ഞാനത് എടുത്ത് നമ്മളെ ഓട്ടുപാത്രങ്ങളും നിലവിളക്കും അതൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ഇത് കണ്ടില്ലേ, വിളക്കൊക്കെ അഴുക്ക് പിടിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള 2 ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ നിലവിളക്കും വീട്ടിലുള്ള മറ്റ് ഓട്ടുപാത്രങ്ങളൊക്കെ എളുപ്പത്തിൽ വൃത്തിയാക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള ഉപ്പും ചെറുനാരങ്ങയും മാത്രം മതി നിലവിളക്ക് നല്ല സ്വർണം പോലെ തിളങ്ങാൻ. നിലവിളക്ക് നമ്മൾ സന്ധ്യാദീപം കൊളുത്തുമ്പോൾ നല്ല വൃത്തിയാവണ്ടേ? നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ കഴുകിയാലേ നമ്മൾ അതിൽ ഭക്ഷണം കഴിക്കൂ. അതേപോലെ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് നമ്മൾ കൊളുത്തുന്ന നിലവിളക്ക് എന്നും കഴുകി വിളക്ക് വെച്ച് നോക്കൂ. നമുക്ക് വീടിന് തന്നെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. എനിക്ക് വീട്ടിൽ തന്നെ ചെറുനാരങ്ങയുടെ മരമുണ്ട്. അതിൽ നിന്ന് പഴുത്ത് കഴിഞ്ഞാൽ നിലത്തേക്ക് വീഴും. അതിൽ വലിയൊരു നാരങ്ങയാണ് നമ്മളിന്ന് വിളക്ക് വൃത്തിയാക്കാൻ എടുക്കുന്നത്. ഈ പാത്രങ്ങളൊക്കെ ഒരു നാരങ്ങ മതിയാവും. കുറച്ച് ഉപ്പുപൊടിയും ഒരു സ്ക്രബ്ബറും ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ പറ്റിയിരിക്കുന്ന ക്ലാവ് പിടിച്ച അഴുക്കൊക്കെ മാറ്റാൻ പറ്റും. എനിക്ക് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്, വിളക്കിലെ എണ്ണമയം സോപ്പ് ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം മാത്രമേ നാരങ്ങയും ഉപ്പും ചേർത്ത് കഴുകാൻ പാടുള്ളൂ. ഇത് കഴുകിയതിന് ശേഷം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴുകാനെടുത്ത വിളക്കിൽ നാരങ്ങയുടെയും ഉപ്പിൻ്റെയും അംശമില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അങ്ങനെ അല്ലെങ്കിൽ അതിൽ പച്ചക്കുത്തുകൾ വീഴും. നാരങ്ങയുടെയും ഉപ്പിൻ്റെയും അംശം വിളക്കിൽ പറ്റിയിരുന്നാൽ, അല്ലെങ്കിൽ ഒട്ടുപാത്രത്തിൽ പറ്റിയിരുന്നാൽ വിളക്കിൽ പച്ചക്കുത്തുകൾ വന്ന് നമ്മളെ പാത്രങ്ങൾ അഴുക്ക് പിടിച്ച് വേഗം നാശമായി പോകും. അതുകൊണ്ട് നമ്മൾ ഉപ്പും ചെറുനാരങ്ങ ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം ഹാൻഡ് വാഷോ സോപ്പോ ഉപയോഗിച്ച് പാത്രങ്ങൾ നല്ലോണം വൃത്തിയാക്കി എടുക്കണം. എന്നാലേ നമ്മളെ പാത്രങ്ങൾ നല്ല സ്വർണം പോലെ ഒന്ന് തിളങ്ങിയിരിക്കും.